യഥാർത്ഥത്തിൽ ഈ ഹിന്ദു എന്നുള്ള വാക്ക് തന്നെ ഉത്ഭവിക്കുന്നത് സിന്ധു നദിക്ക് ഇപ്പുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പേർഷ്യക്കാർ ഉപയോഗിച്ചിട്ടുള്ള പേരാണ് യഥാർത്ഥത്തിൽ ഹിന്ദു. ഈ പേർഷ്യൻ ഭാഷയിൽ സ എന്നുള്ള വാക്കിന് ഉച്ചാരണമില്ല. അപ്പോൾ സിന്ധു ഉണ്ടല്ലോ, സിന്ധു നദിക്ക് ഇപ്പുറത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ അവരെ പൊതുവായിട്ട് വിശേഷിപ്പിക്കാനാണ് ഹിന്ദു. അപ്പോൾ ഈ പേർഷ്യൻ ഭാഷയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവർ സപ്ത സിന്ധു എന്നുള്ളതിന് വരെ ഹപ്ത ഹിന്ദു എന്നാണ് സെയിൻ്റെ അവസ്ഥയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സോമം എന്നുള്ളതിന് പകരം ഹോമം എന്നാണ് അവിടെ പ്രയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ ദേവന്മാർ നല്ലവരും അസുരന്മാർ വില്ലന്മാരും ആണെങ്കിൽ അവിടെ നേരെ തിരിച്ചിട്ടാണ്. അവിടെ അസുരന്മാരാണ് നല്ലവർ, ദേവന്മാർ മോശക്കാരാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ പേര് അഹുരമസ്ത എന്നാണ്. സെയിൻ്റെ അവസ്ഥയിൽ പറയുന്ന ദൈവത്തിൻ്റെ പേര് അഹുരമസ്ത എന്നാണ്. അപ്പോൾ സായാണ് ഹായായി മാറുന്നത്. അപ്പോൾ സിന്ധു നദിക്ക് ഇപ്പുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് പേർഷ്യക്കാർ ഹിന്ദു എന്ന് വിളിക്കുന്നത്. ഇതിനാണ് പിന്നീട് അറബികൾ അൽ ഹിന്ദ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഗ്രീക്കുകാർ ഇൻഡിക്ക എന്ന് പറയുന്നത്. ഇതിനെയാണ് റോമൻസ് ഇൻഡസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ എന്ന് പറയുന്നത്. പലതരത്തിൽ ഭാഷാന്തരപ്പെട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ മൂലമായിട്ടുള്ള ധാതു യഥാർത്ഥത്തിൽ സിന്ധു എന്നിടത്താണ് കിടക്കുന്നത്. ആ സിന്ധു എന്ന് ജനങ്ങളെ വിളിക്കുമ്പോൾ, ഹിന്ദു എന്ന് വിളിക്കുമ്പോൾ അവരെല്ലാവരും ഒരേ ജീവിതശൈലി അനുവർത്തിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഈ ദേശത്ത് ഹിമാലയത്തിന് താഴെയും അറബിക്കടലിന് മേലെയായിട്ടും പരന്നു കിടക്കുന്ന ഈ ദേശത്ത് വ്യത്യസ്ത ജീവിത പദ്ധതികളും വ്യത്യസ്ത ആരാധനാ രീതികളുമായിട്ട് പരന്നു കിടന്നിരുന്ന മുഴുവൻ മനുഷ്യരെയും ഒന്നിച്ച് വ്യവഹരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പേരാ ഹിന്ദു. അതിൻ്റെ ഉള്ളിൽ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളും പന്തുകളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ധർമ്മത്തിൻ്റെ മൗലിക സ്വഭാവം തന്നെ അതിൽ അനവധ്യതയാവുന്നത്. ഏകതയല്ല, ബഹുസ്വരതയാണ്, അനേകതയാണ്, വിവിധതയാണ്, അനന്തതയാണ് ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള സ്വഭാവമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയേറെ ഗ്രന്ഥങ്ങളുള്ളത്, ഇത്രയേറെ പ്രചാരകന്മാരും പ്രവാചകന്മാരും ഉള്ളത്, ഇത്രയേറെ ഈശ്വര സങ്കല്പങ്ങളുള്ളത്, ഇത്രയേറെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത പദ്ധതികളുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് ശരിയെന്ന് കൽപ്പിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. എല്ലാം ഒരേ ശരിയിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ് എന്നാണ് നമ്മൾ കണ്ടത്.